ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യലി വളരെ എളുപ്പത്തിലും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മുരിങ്ങക്കായ കൊണ്ട് ഒരു സ്പെഷ്യൽ തോരനായിട്ടാണ്. അപ്പോൾ വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 250 ഗ്രാം മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കട്ടാക്കി നമുക്ക് ഇതുപോലെ കട്ടാക്കി എടുക്കാം. അതുപോലെ 2 വലിയ ക്യാരറ്റും കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നീളത്തിൽ കട്ടാക്കി എടുക്കാം. ഇനിയിപ്പോൾ സൈസൊക്കെ ഞങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു ചട്ടി വെച്ചാൽ അതിലോട്ട് നമ്മുടെ മുരിങ്ങക്കായും അതുപോലെ ക്യാരറ്റും നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കോവക്ക, പയർ ഒക്കെ ഇതുപോലെ തോരൻ ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കൊന്നും വേണ്ട. നമ്മുടെ മുരിങ്ങക്കായും ക്യാരറ്റും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഇനി ഇതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 7-8 മിനിറ്റ് മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമുക്കൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലോട്ട് ഒരു അരപ്പും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 120 ml കപ്പിന് തേങ്ങ ചെറിയത് എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കത് ഇട്ടുകൊടുക്കാം. ശേഷം അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്തി കൊടുക്കാം. ചെറിയ ജീരകമൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ തോരലിൽ. പിന്നെ അതുപോലെ തന്നെ ഒരു 4 വലിയ നമ്മുടെ ചെറിയ ഉള്ളിയാണ്, ചുവന്നുള്ളിയാണ് ചേർത്തി കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് 2 എരിവുള്ള നല്ല പച്ചമുളക് ചേർത്തി കൊടുക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്തി കൊടുക്കാം കേട്ടോ. അതുപോലെ നമുക്കൊരു 2 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ മുരിങ്ങക്കായും നമ്മുടെ ക്യാരറ്റും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റും കൂടി ജസ്റ്റ് ഒന്നും കൂടി അടച്ച് വെക്കാം കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്നും കൂടി വറ്റി വരാനുണ്ട്. അപ്പോഴേക്കും നമുക്കിതാ നന്നായിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ചെറിയൊരു പുളിയും എരിവൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റുള്ളൊരു തോരനും കൂടിയാണ് ഇത്. ഇനി നമ്മുടെ തേങ്ങ അരച്ച് വെച്ചതുണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് നമുക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി മിക്സാക്കുമ്പോഴൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകരുത്. നമ്മുടെ മുരിങ്ങക്കായൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും, അതുപോലെ ക്യാരറ്റൊക്കെ. അപ്പോൾ ഉടയാതെ നമുക്ക് ചെറുതായിട്ടൊന്ന് ആ പച്ചമണക്ക് മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് നമുക്കൊന്നും കൂടി സെറ്റാക്കാനും ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ അടിപൊളിയായിട്ട് ഇത് നമ്മുടെ മുരിങ്ങക്കായ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു ചെറിയൊരു താളിപ്പും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കടുകും 2 വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുത്തിട്ട് നമ്മുടെ മുരിങ്ങക്കായിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മുരിങ്ങക്കായ തോരനാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ അടിപൊളി ഒരു കോംബോ ആണ് കേട്ടോ ഇത്. ഇനി നമ്മുടെ കുട്ടികളൊന്നും കഴിക്കുന്നില്ലെങ്കിൽ അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഇതുപോലെ നമുക്ക് ട്രൈ ആക്കി നോക്കിയാൽ മതി. എന്നാൽ അവർക്ക് ഒരുപാടേറെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ മസ്റ്റ് ട്രൈ ആക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴത്തുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായി തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ലൊരു ഉഷാർ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.